പത്മജിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസുകാർ പ്രതികരിക്കണമായിരുന്നു എന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കരുണാകരന്റെ ഭാര്യയോട് കോൺഗ്രസുകാർ നീതി കാണിക്കണമായിരുന്നു. പാല് നൽകിയ കൈക്ക് തന്നെ തിരിഞ്ഞുകൊത്തുന്നവരാണ് കോൺഗ്രസുകാർ. താൻ UDF വിട്ടത് തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നുവെന്നും കേരള കോൺഗ്രസ് ബി മാവേലിക്കര കൊല്ലം പാർലമെന്റ് മണ്ഡലം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞു. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രസംഗം തുടങ്ങിയത്. ആദ്യം രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു വിമർശനം. എന്നെ ഉപദ്രവിക്കല്ലേ കൊച്ചേട്ട എന്ന രീതിയിലാണ് മോദിയെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിക്കുന്നത്. എക്സസൈസ് ചെയ്യലും തമിഴ്നാട്ടിൽ പോയി ബിരിയാണി വയ്ക്കലും മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നും ഗണേഷ് പറഞ്ഞു. പിന്നീടായിരുന്നു സംസ്ഥാന നേതാക്കൾക്കെതിരെയുള്ള വിമർശനം. ഞാനൊന്ന് ചോദിക്കട്ടെ, പത്മജ അവസാനത്തെയാൾ കോൺഗ്രസിന്റെ എല്ലാ മുഖ്യമന്ത്രിമാരും വടക്കേ ഇന്ത്യയിലെ എല്ലാ പഴയ മുഖ്യമന്ത്രിമാരും BJPയിൽ ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിമാർക്കും ചേരാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്ത ആന്റണി സാർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനെ, ആരോഗ്യവാനായ മകനെ കൊടുത്തുകൊണ്ട് ആ നേർച്ച നടപ്പിലാക്കി. ഇപ്പൊ എന്താ പറയുക, പത്മജയുടെ പിതൃത്വത്തെ പറ്റി ഒരുത്തം ചോദിക്കുകയാണ്. ആരാണ് കോൺഗ്രസ്സുകാർ? നന്ദി കെട്ടവരാണ്. വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ്. അവൻ പറയുന്നത് പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ടോ? ഒരാൾക്കില്ലല്ലോ, ഒരച്ഛനല്ലേ ഉള്ളൂ. കേരള കോൺഗ്രസ് ബിയിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ബൂത്ത് ലെവൽ പ്രവർത്തകരാണെന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ആദ്യം മുകേഷിനെയും പിന്നെ അരുൺകുമാറിനെയും കുറിച്ച ചില കാര്യങ്ങൾ. വളരെ സരസമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, വളരെ ലളിതമായ ഭാഷയിൽ കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കാനും കഴിയുന്ന ഒരു നല്ല പ്രാസംഗികനാണ് മുകേഷ് എന്ന് ഞാൻ പറയും. വളരെ നമ്മൾ കേട്ട് വരുമ്പോൾ ചിലപ്പോൾ തോന്നി ഇയാളെ തമാശ പറയാതിരിക്കും, പക്ഷേ ചില സ്ഥലത്ത് ചെന്ന് കൊള്ളേണ്ടത് കൊള്ളും. ഈ സംസ്ഥാനത്ത് ആദ്യം വോട്ടെണ്ണുമ്പോൾ ആദ്യം ജയിക്കുന്ന ആള് ഈ ഇരിക്കുന്ന അരുൺകുമാർ ആയിരിക്കും, ആദ്യം ലീഡ് ചെയ്യുന്ന ആള്. ഈ തവണ വിജയം തനിക്കൊപ്പമായിരിക്കുമെന്ന് മുകേഷ്. ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അവരുടെ ആവേശം, അവരുടെ ഈ ഷേക്ക് ഹാൻഡ് തരുമ്പോഴുള്ള, മാല ഇടുമ്പോഴുള്ള, പൊന്നാട അണിയിക്കുമ്പോഴുള്ള ഒക്കെ ഉള്ള ആത്മാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥാനാർത്ഥിയോട് മാത്രമല്ല, ഇടതുപക്ഷത്തിനോടുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥതയോട് കൂടിയാണ് തന്നെ ആളുകൾ വരവേൽക്കുന്നതെന്ന് അരുൺകുമാർ പറഞ്ഞു. എന്തായാലും മാവേലിക്കര പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ഒരു സംശയവുമില്ല, 100% വിശ്വാസത്തിലും ഉറച്ച വിശ്വാസത്തിലുമാണ് ഞാൻ. മാവേലിക്കര കൊല്ലം മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ബി പ്രവർത്തകർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇലക്ഷൻ കഴിയുന്നതുവരെ നിഴൽ പോലെ വേണമെന്ന നിർദ്ദേശമാണ് ചെയർമാൻ കെ.ബി. ഗണേഷ് കുമാർ നൽകിയത്. റിപ്പോർട്ടർ, കൊല്ലം.